നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആണ്. 2022 നടന്ന LP സ്കൂൾ ടീച്ചർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയാ. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം മുതലാണ്. അതിനു മുന്നേ UP സ്കൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ റിലേറ്റഡ് ഫാക്റ്റും അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണാൻ പറ്റുമേ. അപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. എൻ്റെ പേര് അശ്വതി. തുടങ്ങാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം 13. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? SCRT ഫാക്ട്, SCRT സോഷ്യലിലുള്ളതാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എബ്രഹാം ഓർട്ടേലിയസ്. ആരാ? ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാ? എബ്രഹാം ഓർട്ടേലിയസ് ആണ്. അനക്സിമാൻഡർ ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് അനക്സിമാൻഡർ. ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് അനക്സിമാൻഡർ. ഹിപ്പാർക്കസും ടോളമിയും ഒക്കെ ജ്യോതിശാസ്ത്രജ്ഞരാണ്. ഭൂപട നിർമ്മാണത്തിന് സഹായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞനാണ് ഹിപ്പാർക്കസ്, ടോളമി, അതുപോലെ ഗണിതശാസ്ത്രജ്ഞനായ ഇറാസ്തോസ്തെനീസ് എന്നിവർ. ഈ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താ? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ഭൂപടശാസ്ത്രം എന്ന് പറയും. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവർ അറിയപ്പെടുന്ന പേരോ? കാർട്ടോഗ്രാഫർ. ഇതിലെ കാർട്ടോഗ്രഫി, അതിൽ കാർട്ടെ എന്ന വാക്കിന്റെ അർത്ഥം ഭൂപടം എന്നും ഗ്രാഫിക് എന്ന വാക്കിന്റെ അർത്ഥം വരയ്ക്കുക എന്നുമാണ്. പിന്നെ ടോളമിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇദ്ദേഹം ഇല്ലേ, അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഭൂപടം നിർമ്മിച്ചത്. അപ്പൊ അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഭൂപടം നിർമ്മിച്ച വ്യക്തി ആരാ? ടോളമിയാണ്. അടുത്ത ചോദ്യം, വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന എന്തുവാ? മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. ശരിയാണ്. രണ്ടാമത്തേത് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ശരിയാണ്. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. ശരിയാണ്. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. അല്ല, അയണോസ്ഫിയർ. അത് തെറ്റിപ്പോയി. അപ്പോൾ 1, 2, 3 പ്രസ്താവനകളാണ് ശരി. 1, 2, 3 പ്രസ്താവനകൾ. ഇപ്പൊ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ ഊഷ്മാവില് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ ഊഷ്മാവിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഈ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷ പാളിയായ ഹോമോസ്ഫിയറിനെ 5 വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത്. അതാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ. പിന്നെ എക്സോസ്ഫിയർ. അങ്ങനെ 5 പാളികളായിട്ടാണ് അന്തരീക്ഷത്തെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിലെ ട്രോപ്പോസ്ഫിയറിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഈ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ ഈ ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരെന്താ? ജെറ്റ് പ്രവാഹം എന്നാ അറിയപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേര് ജെറ്റ് പ്രവാഹം. ഇനി ട്രോപ്പോസ്ഫിയറിലല്ലേ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറഞ്ഞു വരുന്നത്. ഇതിനെ എന്താ വിളിക്കുന്നത്? നോർമൽ ലാപ്സ് റേറ്റ്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു കണക്കൊന്ന് ഓർത്തു വെക്കാം. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറഞ്ഞു വരുന്നത്. ഇതിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ്, ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയർ, ഈ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെയാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്.
ഇനി PSC കഴിഞ്ഞിടയ്ക്ക് 2 ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അന്തരീക്ഷ മണ്ഡലം ഏതാ? സ്ട്രാറ്റോസ്ഫിയർ. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. പിന്നെ മിസോസ്ഫിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭൗമ ഉപരിതലത്തിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള പാളിയാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയറിലെ മുകളിലോട്ട് പോകും തോറും താപം കുറഞ്ഞു വരുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോപാസിലാണ് അനുഭവപ്പെടുന്നത്. പിന്നെ മിസോപാസ് എന്ന് വെച്ചാൽ മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളിയാണ് മിസോപാസ്. ഈ മിസോപാസിലാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. ഉൽക്കകളിലെ മിസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോൾ ഘർഷണത്താൽ കത്തി ചാരമാകുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. മിസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉൽക്കകളൊക്കെ മിസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോൾ ഘർഷണത്താൽ കത്തി ചാരമാകുന്നുണ്ട്. അപ്പൊ ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളിയാണ് മിസോസ്ഫിയർ. ഇനി തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ മിസോസ്ഫിയറിന് തൊട്ടു മുകളിലും എക്സോസ്ഫിയറിന് താഴെയുമായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് തെർമോസ്ഫിയർ. ഈ ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ്, തെർമോ എന്ന് പറയുമ്പോൾ തന്നെ ചൂട് കൂടുതൽ, ചൂടുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. പിന്നെ അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. അപ്പൊ ഓപ്ഷൻ 4 തെറ്റിപ്പോയേണ്ട കാരണം മനസ്സിലായല്ലോ. മിസോസ്ഫിയർ അല്ല, അയണോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. പിന്നെ എക്സോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. ബഹിരാകാശത്തിന്റെ തുടക്കം എക്സോസ്ഫിയർ മുതലാണ് ബഹിരാകാശത്തിന്റെ തുടക്കം. ഓക്കെ, അടുത്ത ചോദ്യം. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏതാണ്? രാഷ്ട്രമാണ്. രാഷ്ട്രം. 2 തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണമുണ്ട്. ഔപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണവും അനൗപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണവും. ഔപചാരികം എന്ന് പറയുമ്പം പോലീസ്, നിയമം, രാഷ്ട്രം എന്നിവയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത്. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് വെച്ചാൽ വ്യക്തിപരവും അനൌദ്യോഗികവും ക്രമീകരിക്കാത്തതുമായ സാമൂഹ്യ നിയന്ത്രണമാണ്. അതായത് പുഞ്ചിരിക്കുക, വിമർശിക്കുക, ശരീരഭാഷ, ഇവയൊക്കെയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിന് ഉദാഹരണങ്ങൾ. അടുത്ത ചോദ്യം. 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയ തീയതി 1955 ജൂലൈ മാസം 1. 1955 ജൂലൈ മാസം 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടതെന്ന് 1956 ജൂൺ 2-നാണ്. 1956 ജൂൺ 2-നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് 2ഉം 4ഉം ആണ്. 2ഉം 4ഉം. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാ. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭ. 5 വർഷമാണ് കാലാവധി. രാജ്യസഭയ്ക്ക് നിശ്ചിത കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷം. 5 വർഷം കാലാവധി വരുന്നത് ലോക്സഭയാണ്. അപ്പൊ ഈ ജനപ്രതിനിധി സഭ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ടതാ. 5 വർഷമാണ് കാലാവധി ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ടതാ. രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ടത് രാജ്യസഭയിൽ 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. പിന്നെ ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നത് രാജ്യസഭയിലാണ്. ഇപ്പൊ ഈ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഥമ മലയാളി വനിതയാരാ? PT ഉഷയാണ്. PT ഉഷ. ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതാ കായിക താരം ആരാ? MC മേരി കോം. MC മേരി കോം ആണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതാ കായിക താരം. ഈ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രഥമ മലയാളി വനിതയും 8ാമത്തെ മലയാളിയുമാണ് PT ഉഷ. ആദ്യ മലയാളി വനിത, അതുപോലെ 8ാമത്തെ മലയാളിയാണ് PT ഉഷ. ഇനി രാജ്യസഭയ്ക്ക് പ്രത്യേക കാലാവധി ഇല്ല. ഒരു രാജ്യസഭ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ്. ഇനി രാജ്യസഭയിലേക്ക് പ്രത്യക്ഷ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണോ പരോക്ഷ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണോ നടക്കുന്നത്? പരോക്ഷ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്.
രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാ? സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്നത് ആരാ? BN റാവു. BN റാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണർ ആയിരുന്നത്. അദ്ദേഹം 1949 മുതൽ 57 വരെ ആയിരുന്നു RBIയുടെ ഗവർണർ ആയിരുന്നത്. ഈ റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാ? ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെന്റിന്റെ ബാങ്ക്, കറൻസി നോട്ട് ഇറക്കൽ, വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കടത്തെ നിയന്ത്രിക്കൽ. ഇതൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു, കറൻസി നോട്ട് ഇറക്കൽ, വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കടത്തെ നിയന്ത്രിക്കുന്നതൊക്കെ റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാ. റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്രയാ? 5 കോടിയാണ് റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം, 5 കോടി. ഇനി ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണർ ആരാ? ജെയിംസ് ടെയ്ലർ ആണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണർ, ജെയിംസ് ടെയ്ലർ. അടുത്ത ചോദ്യം, ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷ പേടകം ഏതാണ്? പെർസീവിയറൻസ് ആണ്. പെർസീവിയറൻസ് ആണ് നാസയുടെ പര്യവേഷ പേടകം. ഈ ഇൻജെന്യൂറ്റി എന്ന് പറയുന്ന ഹെലികോപ്റ്ററെ ഭൂമി അല്ലാത്ത ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ആദ്യമായി പറന്ന ഹെലികോപ്റ്ററാണ് ഇൻജെന്യൂറ്റി. ഭൂമി അല്ലാത്ത ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ആദ്യമായി പറന്ന ഹെലികോപ്റ്ററാണ് ഇൻജെന്യൂറ്റി. പെർസീവറൻസ് ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്ന ഹെലികോപ്റ്ററാണ് ഇൻജെന്യൂറ്റി എന്ന് പറയുന്നത്. പെർസീവറൻസ് ദൗത്യത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഹെലികോപ്റ്ററാണ് ഇൻജെന്യൂറ്റി. ഈ ടിയാൻമെൻ 1 എന്ന് പറയുന്നത് ചൈനയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമാണ് ടിയാൻമെൻ 1. ഇനി അൽ അമൽ അല്ലെങ്കിൽ ഹോപ്പ് പ്രോബ് എന്ന് പറയുന്നത് അറബ് ലോകത്തെ ആദ്യ ചൊവ്വാ പര്യവേഷണ ദൗത്യമാണ് ഹോപ്പ് പ്രോബ്. അൽ അമൽ എന്ന് പറയും. ഇനി ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ പര്യവേഷണ പേടകമാണ് ഏത്? മംഗൾയാൻ. മംഗൾയാൻ വിക്ഷേപിക്കപ്പെട്ട തീയതി 2013 നവംബർ 5. 2013 നവംബർ 5 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. മംഗൾയാൻ പേടകം വിക്ഷേപിച്ച റോക്കറ്റ് ഏതാ? PSLV C-25 ആണ്. PSLV C-25. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? 120 ഡെസിബലിൽ കൂടുതൽ ഉള്ള സൗണ്ടാണ് മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്നത്. ഈ ഡെസിബൽ മീറ്റർ അല്ലെങ്കിൽ സൗണ്ട് ലെവൽ മീറ്റർ എന്ന് പറയുന്നത് ഉച്ചത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഡെസിബൽ മീറ്റർ അല്ലെങ്കിൽ സൗണ്ട് ലെവൽ മീറ്റർ എന്ന് പറയും. ഇനി ഡെസിബൽ എന്ന് പറയുന്നത് ശബ്ദ മലിനീകരണത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. അടുത്ത ചോദ്യം, സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഘർഷണ ബലം കുറയ്ക്കാൻ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത്. ഫ്രിക്ഷൻ. അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂയിൽ സ്പൈക്സ് ഘടിപ്പിക്കാൻ കാരണം എന്തിനാ? ഘർഷണം കൂട്ടുവാനാണ്. അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂയിൽ സ്പൈക്സ് ഘടിപ്പിക്കാനുള്ള കാരണം ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാ. കൂടാതെ ഈ മോട്ടോർ വാഹനങ്ങള്, വിമാനങ്ങൾ തുടങ്ങിയവ 2 അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞു കൂർത്തിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഈ മോട്ടോർ വാഹനങ്ങളും വിമാനങ്ങളും ഒക്കെ 2 അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞ് കൂർത്തിരിക്കുന്നതായിട്ട് കാണത്തില്ലേ? അതിനുള്ള കാരണം എന്താ? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ വാഹനങ്ങളുടെ ടയറും അതുപോലെ റോഡും തമ്മിലുള്ള ഘർഷണം കുറഞ്ഞാൽ തെന്നി അപകടം സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ഘർഷണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടയറുകളിലൊക്കെ ചാലുകളും കട്ടകളും. ടയർ ഇങ്ങനെ പ്ലെയിൻ അല്ലല്ലോ, അതിനിങ്ങനെ ചാലുകളും കട്ടകളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഈ വാഹനങ്ങളുടെ ടയറും റോഡും തമ്മിലുള്ള ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കാൻ സാധിക്കുന്നതും പാരച്യൂട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും ഒക്കെ ഘർഷണത്തിന്റെ ഗുണം കൊണ്ടാണ്.
അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് വേഗമാണ്. വേഗം. ബാക്കിയുള്ളതിന്റെ പ്രത്യേകത എന്താ? ത്വരണം, ആക്സിലറേഷൻ, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്, പ്രവേഗം, വെലോസിറ്റി, ഇവയൊക്കെ സദിശ അളവുകളാണ്. സദിശ അളവുകളാണ്. വേഗം എന്നാൽ അതൊരു അദിശ അളവാണ്. അതാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ പറയുന്ന പേരാണ് വശഗത. വശഗത എന്ന് പറയും. ഇനി ഓപ്ഷൻ എ, റിറ്റന്റിവിറ്റി. റിറ്റന്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ? ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് റിറ്റന്റിവിറ്റി എന്ന് പറയുന്നത്. ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് റിറ്റന്റിവിറ്റി. പിന്നെ പെർമിബിലിറ്റി എന്ന് വെച്ചാൽ കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് എന്ന് പറയുന്നത് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്ത്? ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ് നിറമാണ്. കറുപ്പ്. അപ്പോൾ ഈ ബഹിരാകാശത്ത് വായു അടങ്ങിയ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ പ്രകാശത്തിന്റെ വിസരണം സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. കറുപ്പ് നിറം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൂടുതലും സയൻസ് ചോദ്യങ്ങൾ തന്നെയാണ്. എല്ലാ സയൻസും SCRT തന്നെയാണ് വന്നേക്കുന്നത്. ഇപ്പൊ SCRT സയൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. PSC സയൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് SCRT തന്നെ എടുത്ത് അതുപോലെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്